നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച SFI മാർച്ച് വിവിധ ജില്ലകളിൽ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധം തുടരുകയാണ്. കൊച്ചിയിൽ പോലീസ് ലാത്തിവീശി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമ്മുടെ തെരുവുകൾ സംഘർഷഭരിതമാണോ? ഡൽഹി സമരം കേരളത്തിലും പടരുകയാണ്, കേരളത്തിലും വ്യാപിക്കുകയാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ സമരം ഏറ്റെടുക്കുകയാണ്. ഇന്ന് KSUവിൻ്റെയും ASFിൻ്റെയും വിദ്യാഭ്യാസ ബന്ദാണ്, സംസ്ഥാന വിദ്യാഭ്യാസ ബന്ദാണ്. SFI ഇന്ന് അവരുടെ അവകാശ പത്രികാ ദിനം ആചരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശന് അവരുടെ അവകാശങ്ങൾ അവർ ആവശ്യപ്പെടുന്ന അവകാശങ്ങൾ നൽകിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ടൊരു കത്ത് പത്രിക കൈമാറിയിരുന്നു സെക്രട്ടേറിയറ്റിലെത്തി. അതിനുശേഷം എല്ലാ ജില്ലകളിലും എത്തി അവകാശ പത്രികാ ദിന മാർച്ച് സമർപ്പണ മാർച്ച് നടത്താറുണ്ട്. പക്ഷേ ഇന്നത് തിരുവനന്തപുരത്ത് ലോക് ഭവൻ മാർച്ചാക്കി മാറ്റുകയായിരുന്നു. അവകാശ പത്രികയ്ക്കൊപ്പം തന്നെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം, അതിനൊപ്പം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SFIയുടെ മാർച്ച് ഇവിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പോയ ശേഷമാണ് പ്രവർത്തകർ സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയത്. മൂന്നാം തവണ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നൂറുകണക്കിന് SFI പ്രവർത്തകരുണ്ട്. അവർ പലതവണ സംഘടിച്ച് ഇവിടേക്ക് എത്തുന്നു, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. അതിനെ തുടർന്നാണ് പോലീസ് 2 ജലപീരങ്കി വാഹനങ്ങളുണ്ട്, വരുന്നുണ്ട്. 2 വരുണിൽ നിന്നും തുടർച്ചയായ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇതിനിടയിൽ പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. അതിശക്തമായ പ്രതിഷേധം. ഇവിടെ ലോക് ഭവൻ, ഇവിടുന്ന് ലോക് ഭവൻ ഏതാണ്ട് 50 മീറ്ററുകൾക്ക് 100 മീറ്ററുകൾക്ക് അപ്പുറത്ത് ലോക് ഭവനാണ്. അവിടേക്ക് ഈ പ്രവർത്തകർ എത്താതിരിക്കാനുള്ള വലിയ ജാഗ്രത, കരുതൽ പോലീസിന്റെ ഭാഗത്തുണ്ട്. വലിയ പോലീസ് സന്നാഹം, സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ ബി കൃഷ്ണൻ നേതൃത്വം വലിയ പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്തു. വളരെ കൃത്യമായി തന്നെ സുരക്ഷാ പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് പ്രവർത്തകർ ഒരാൾ പോലും ഇവിടെ കടന്നു വരാൻ കഴിയാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. അതിന് മറികടന്ന് മുന്നോട്ട് പോകാനാണ് പ്രവർത്തകരുടെ ശ്രമം. ബാരിക്കേഡ് പല ലെയറായി ഇവിടെ കെട്ടി വച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എടുത്ത് കളയാൻ വലിയ ശ്രമം പ്രവർത്തകർ നടത്തുന്നുണ്ട്. അങ്ങനെ ആ ശ്രമം ശക്തമാകുമ്പോഴാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നത്. 3ാം റൗണ്ടിലാണ് പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ജലപീരങ്കി വരുമ്പോൾ ഒന്ന് പിന്മാറുകയും വീണ്ടും ഈ ബാരിക്കേഡിനടുത്തേക്ക് ഒരുമിച്ച് വന്ന ബാരിക്കേഡ് എടുത്തു മാറ്റാൻ അതിശക്തമായി പോലീസ് വടമുപയോഗിച്ച് കെട്ടിനിർത്തിക്കുന്ന ബാരിക്കേഡ്. പക്ഷേ അത് എടുത്തു മാറ്റാൻ പ്രവർത്തകർ വലിയ ഇപ്പോൾ വീണ്ടും ഈ പ്രവർത്തകർ ബാരിക്കേഡിനടുത്തേക്ക് എത്തുകയാണ്. ബാരിക്കേഡ് ഉയർത്തി മാറ്റാൻ ശ്രമിക്കുകയാണ്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല. വീണ്ടും പോലീസ് നേരെ കമ്പും മറ്റും എറിയുന്നുണ്ട്, കുഴിക്കമ്പും മറ്റും എറിയുന്നുണ്ട്. വലിയ കല്ലുകൾ നേരത്തെ വലിച്ചെറിഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് ഉയർത്തി ബാരിക്കേഡ് എടുത്തു മാറ്റി ഇപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് SFI പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. പരമാവധി ശക്തിയിൽ പരമാവധി സംഘടിച്ച് പോലീസ് പ്രവർത്തകരുടെ ശ്രമം തടയാൻ ശ്രമിക്കുമ്പോൾ അതിന് മറുപടി എന്നോണം കൂടുതൽ പ്രവർത്തകർ, പെൺകുട്ടികളടക്കമുള്ള കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് ബാരിക്കേഡ് ഉയർത്തി മാറ്റുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളമാകുന്നു ഇവിടെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലാബലം. അക്ഷരാർത്ഥത്തിൽ പ്രതിരോധിക്കാൻ പോലീസ്, ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ. എത്ര നേരം ഇതിങ്ങനെ തുടരുമെന്ന് വ്യക്തമല്ല. ഏതായാലും പ്രവർത്തകർ ബാരിക്കേഡ് ഇപ്പുറത്തേക്ക് വരാത്തോളം പോലീസിന്റെ ഭാഗത്ത് മറ്റു നടപടികൾ ഉണ്ടാകില്ല. ജലപീരങ്കിയിൽ മാത്രമാകും പോലീസ് പ്രതിരോധം തൽക്കാലത്തേക്ക് നിൽക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആരെങ്കിലും ബാരിക്കേഡ് ഭേദിച്ച് ഇപ്പത്തിൽ മാത്രമേ
ലാത്തിവീശൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ ഇടയുള്ളൂ. പോലീസ് ജലവീരങ്ക് പ്രയോഗിക്കുമ്പോൾ പിന്മാറുകയും വീണ്ടും സംഘടിച്ചെത്തി മുദ്രാവാക്യം മുഴക്കി ബാരിക്കേഡുകൾ ഇളക്കി മാറ്റാൻ പൊക്കി മാറ്റാനുമാണ് പ്രവർത്തകരുടെ ശ്രമം. ഏതാണ്ട് അരമണിക്കൂറോളമായി അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നേരത്തെ തന്നെ ഡൽഹിയിലേക്കും ഈ സമരം വ്യാപിപ്പിക്കും. SFI സമരം കേരളത്തിലുള്ള പ്രവർത്തകർ ഡൽഹിയിലേക്കും പോയി അവിടെ സമരം ചെയ്യുമെന്ന SFI നേതാക്കളുടെ അറിയിപ്പ് നേരത്തെ വന്നിരുന്നു. DYFI ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ മാനവീയം വീതിയിൽ സംഘടിക്കുകയാണ്. നൂറുകണക്കിന് യുവാക്കൾ യുവതികൾ ഇവിടേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. നാളെ SFIയും സമാനമായി മാനവീയം വീതിയിൽ ഇപ്പോഴില്ലെങ്കിൽ പിന്നീട് എപ്പോഴെന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാരിനെതിരെ ജന്തർ മന്ദർ പ്രക്ഷോഭത്തിന് പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി ഒത്തുകൂടുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ എല്ലാ തലങ്ങളിലും എല്ലാ ജില്ലകളിലേക്കും ഈ പ്രതിഷേധം വ്യാപിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് പിന്തുണർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളിലെ അതുപോലെ തന്നെ BJP ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളിലെയും അതുപോലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളുടെയും ഒക്കെ പോഷക സംഘടനകളും ഒക്കെ സമരരംഗത്താണ്. KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ധമാണ് ഇപ്പോൾ വീണ്ടും ഈ ബാരിക്കേഡ് ഇളക്കി മാറ്റും. ബാരിക്കേഡ് വലിയ ഉയരത്തിലെടുത്തു മാറ്റുകയാണ് പ്രവർത്തകർ. പോലീസ് സർവ്വശക്തി ഉപയോഗിച്ച് അത് തടയുന്നുണ്ട്. എല്ലാ സംവിധാനവും ഉപയോഗിച്ച് അത് തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ശ്രമം ഫലം കാണുന്നില്ല. അതിശക്തമായി തന്നെ വടം ഉപയോഗിച്ചുകൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്ന ബാരിക്കേഡാണ് പ്രവർത്തകർ താഴെ നിന്ന് പൊന്തിക്കുന്നത്. അത് മറികടന്നാൽ അവർക്ക് ഈ ലോക്ഭവൻ ഭാഗത്തേക്ക് പോകാനാകും. പക്ഷേ അതിന് പോലീസ് ഒരു തരത്തിലും അനുവാദം നൽകില്ല. പോലീസ് ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവരെല്ലാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുകയാണ്. വലിയ ബലപ്രയോഗം നടക്കുന്നു, ബലാബലം നടക്കുന്നു. പ്രവർത്തകർ വീണ്ടും ഇപ്പോൾ ബാരിക്കേഡ് താഴെയിട്ട് പ്രതിഷേധ മുദ്രാവാക്യങ്ങളിലേക്ക് കടക്കുകയാണ്. പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. മറ്റു നടപടികളിലേക്ക് കടക്കാൻ പോലീസും ഇപ്പോൾ തീരുമാനമെടുത്തില്ല. DCP അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൻ്റെ നേരിടാൻ ഇപ്പോൾ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. സിറ്റി പോലീസ് കമ്മീഷൻ നേരത്തെ എത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. അങ്ങനെ അതിശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ SFIയും KSUവും ASFും AYFും ഒക്കെ തെരുവിലാണ്. ജന്തർ മന്ദർ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി അവിടെ വിദ്യാർത്ഥി സമരത്തെ കേന്ദ്ര സർക്കാർ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ BJP ആകട്ടെ അതൊരു ദേശവിരുദ്ധ പ്രവർത്തനമാണ്, ദേശവ്യാപകമായ കലാപമുണ്ടാക്കാനാണ് കോൺഗ്രസിൻ്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമമെന്ന ആരോപണമാണ് BJP കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടന്ന മാർച്ചിന് പകരമെന്നോണം ഇന്നലെ KPC ആസ്ഥാനത്തേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിച്ച ഒരു മാർച്ച്. സാധാരണഗതി അത്തരത്തിൽ പാർട്ടി ഓഫീസുകളിലേക്ക് ഒരു പ്രധാന നേതാവിൻ്റെ മുൻകൈയിൽ മാർച്ചുകൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇന്നലെ അതും BJP തെറ്റിച്ചു. ഇവിടെ KPC ആസ്ഥാനത്തേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തുകൊണ്ട് മാർച്ച് നടത്തി. അങ്ങനെ ഡൽഹിയിൽ നടക്കുന്ന സമരം കേരളത്തിലും വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. വലിയ സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ ഒരു 2 അടി പിന്മാറി ഇപ്പോൾ നിൽക്കുന്നു. ജലപീരങ്കി പ്രയോഗം അവസാനിച്ചാൽ അവർ വീണ്ടും മുന്നോട്ടെത്തും. അതാണ് കഴിഞ്ഞ കുറേ സമയമായി നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു തരത്തിലും പിന്തിരിയില്ല എന്ന പ്രവർത്തകരുടെ പിടിവാശി. ഒരാളെപ്പോലും ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന പോലീസിൻ്റെ നിശ്ചയദാർഢ്യം, ഇത് രണ്ടുമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഏറ്റുമുട്ടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും കേരളത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിലിറങ്ങാൻ തന്നെയാണ് സാധ്യത. സംഘർഷാത്മകമായ അന്തരീക്ഷം കേരളത്തിലും ഉണ്ടാകും. ഇവിടെ ഭരണമുന്നണിയും പ്രതിപക്ഷവും ഒരുപോലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കങ്ങളിൽ സജീവമാണ്. കേന്ദ്രത്തിന് പിന്തുണയുമായി BJPയുടെ സമരം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇനിയും അത്തരം സമരങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏതായാലും ഡൽഹിയിൽ നടക്കുന്ന സമരം കേരളത്തിലും ഒരു സമരവേലിയേറ്റം സൃഷ്ടിക്കുന്നു. കേരളത്തിലും അത് വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. കേരളത്തിലും അത് വലിയ വിഷയമായി മാറുന്നു. അതിൻ്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടാകുന്നു. പ്രവർത്തകർ വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി സംഘടിച്ചുകൊണ്ട് SFI പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ മറിച്ചിടാൻ, തള്ളിമാറ്റാൻ, എടുത്തുമാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. നവമി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.